വഅദ കേൾക്കാമെന്ന് കല്യാണം കഴിച്ച ഉപ്പാ, നീ നിന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനുണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. ഒന്ന്, മോനെ, പണമല്ല നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, കുടുംബ മഹിമയല്ല നോക്കേണ്ടത്, ദീനാണ് പരിഗണിക്കേണ്ടത്. പണമോ സൗന്ദര്യമോ കുടുംബ മഹിമയോ അല്ല. എടാ, ദീനുണ്ടോന്ന് നോക്ക്. കിട്ടുന്ന പെണ്ണ് തലമറയ്ക്കുന്നവളാണോ? അവൾ നിസ്കരിക്കുന്നവളാണോ? അവൾ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ഇതാണ് മോളെ നോക്കേണ്ടത്. ദീനുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കൂ. അപ്പോഴാണ് നന്നാകുന്നത്, അപ്പോഴാണ് ജീവിതം നന്നാകുന്നത്. കുറ്റപ്പെടുത്തിയതല്ല പെങ്ങളെ, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. എന്തിനാണ് ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ പറയുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. അതുകൊണ്ട് പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ, വാപ്പ പറയും പണം വേണമെന്ന്, ഉമ്മ പറയും പണം വേണമെന്ന്. മോനെ, പണം പരിഗണിക്കല്ലേ, പണം പരിഗണിക്കല്ലേ. പണം കണ്ടിട്ട് പെണ്ണ് കെട്ടല്ലേ. പറഞ്ഞത് സിറാജല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫിറഔനിന്റെ കൊട്ടാരത്തിലെ രാജകുമാരിയാണ് ആസിയ. ആ ആസിയാനെ കണ്ടുപഠിക്കാനാ അല്ലാഹ് പറഞ്ഞത്, ബൈതും ഫിൽ ജന്ന. പെണ്ണെ, അല്ലാഹുവിനോട് സ്വർഗത്തിലെ കൊട്ടാരം തരണേ എന്ന് ചോദിച്ച മഹദിയാ. അതുകൊണ്ട് പെങ്ങളെ, നീ നേരെയായ നിന്റെ ഭർത്താവ് നേരെയാകും, നിന്റെ മക്കള് നേരെയാകും, നിന്റെ കുടുംബം നേരെയാകും. മറിച്ച് വാപ്പ നല്ലവനാ, പടച്ച റബ്ബേ, ഉപ്പ ഉമ്മ മോശക്കാരിയാ, മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് തലതിരിഞ്ഞു പോകുമടോ. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലതുപോലെ നിങ്ങളെ ഉപദേശിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മാതാപിതാക്കൾക്കോ മക്കളോടുള്ള ഒന്നാമത്തെ കടമ, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മയെ കൊടുക്കൂ, അല്ലാഹുവിനെ പേടിയുള്ള ഉപ്പയെ കൊടുക്കൂ. അത് കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന വാപ്പയും ഉമ്മയും സ്വന്തമൊന്ന് ചിന്തിക്ക്, സ്വന്തമൊന്ന് ചിന്തിക്ക്. ഞാൻ ദീനുള്ളവളാണോ? ഞാൻ ദീനുള്ളവളാണോ? ഞാൻ സ്വാലിഹത്താണോ? ഞാൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് വിലയിരുത്തടോ. ഇന്ന് വിലയിരുത്തേണ്ട ദിവസമാണ്. സ്വന്തമായിട്ട് വിലയിരുത്ത്. വിശദീകരിക്കുന്നില്ല. ഉമർ തങ്ങൾ പറയുന്നു, മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയോ? ഉപ്പാന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ, മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രായപൂർത്തിയായ വന്നതാ സഹോദരിയുടെ മുകളിലൂടെ, തന്റെ പൊന്നാര സഹോദരിയുടെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാ. കൊടുക്കണം ബാപ്പാ, തെറ്റല്ലേ ഉമ്മ? നിന്റെ മകന്റെ മുമ്പിലൂടെ നിന്റെ മകള് ഒരു മുടി പുറത്ത് കാണിക്കുന്ന കാര്യമല്ല, തലമുടി കാണിക്കുന്ന കാര്യമല്ല. പടച്ചവനെ, നല്ല വസ്ത്രം ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രം, കിടപ്പറയിൽ ധരിക്കേണ്ട വസ്ത്രം, അതിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ, ഹാളിൽ വരുമ്പോ, കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന വസ്ത്രമാണെങ്കിലും പറയണേ ഉമ്മ, നൊന്തു പ്രസവിച്ചത് നീയാ, തെറ്റാ ഉമ്മ. അതുകൊണ്ട്
വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ആദ്യം നന്നാകേണ്ടത് മക്കളല്ല, വാപ്പയും ഉമ്മയുമാണ്. വാപ്പയും ഉമ്മയുമാണ് നന്നാകേണ്ടത്. ആദ്യം വാപ്പ നന്നാകു, ആദ്യം ഉമ്മ നന്നാകു. നബി തങ്ങൾ പറഞ്ഞല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? വാപ്പ ദുആ ചെയ്യുകയാണ്, ഉമ്മ ദുആ ചെയ്യുകയാണ്. റബ്ബനാ, രക്ഷിതാവായ അല്ലാഹ്, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. പടച്ചവനെ, എൻ്റെ ഭാര്യ അവളെ ദീനുള്ളവളാക്കണേ അല്ലാ, എൻ്റെ മക്കളെ ദീനുള്ളവരാക്കണേ അല്ലാ, എൻ്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ മുഖം കണ്ട, എൻ്റെ മക്കളുടെ മുഖം കണ്ട എൻ്റെ ദുഃഖം മാറണേ അല്ലാ, എൻ്റെ പ്രയാസം മാറണേ അല്ലാ. എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ടല്ലോ, മനസ്സിനൊരു സമാധാനം തരണേ അല്ലാ. എന്നിട്ട് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. ഉമ്മാനെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, വാപ്പയെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, ഭർത്താവിനെ കണ്ടു വേണം ഭാര്യ പഠിക്കാൻ. മാതൃകയാകടോ, മാതൃകയാകു ഉപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവനാണോ? മക്കളെ വിളിക്കണ്ട, പള്ളിയിൽ പോകാ പറയണ്ട. നിന്റെ കൂടെ നിന്റെ മക്കള് വരും ബാപ്പാ, നിന്നോട് ചോദിക്കും ഞാനും വരട്ടെ, എന്നെ കൊണ്ടുപോകുമോ? എന്തേ ഉപ്പാ അസറിന് പള്ളിയിൽ കണ്ടില്ലല്ലോ? മക്കള് നിന്നോട് ചോദിക്കും ബാപ്പാ. പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് നിന്റെ വീട്ടിലുണ്ടല്ലോ, ഉമ്മ നിസ്കരിക്കുമ്പോ പാല് കുടിക്കുന്ന മക്കള് വന്ന് സുജൂദിൽ വീഴുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാണ്. എന്തൊരു മനോഹരമാ പെങ്ങളെ. പടച്ചവനെ ദിക്ർ പറയുമ്പോ മക്കള് കൂടെ വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാ. ഖുർആൻ ഓതുമ്പോ മക്കളടുത്ത് വന്നിരിക്കുന്നല്ലോ. ഇത് കണ്ടു വളർന്നാ മതി, നിന്റെ മക്കള് നേരെയാകുമുമ്മ. പക്ഷേ നീ ഖുർആൻ എടുക്കൂല, നീ നിസ്കരിക്കൂല. 24 മണിക്കൂറും മൊബൈലിലാണ്, മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നിനക്ക് അല്പനേരം റെസ്റ്റ് കിട്ടാൻ, മക്കള് തിന്നണമെങ്കിൽ മൊബൈല്, ഇല്ലാതെ ഇരിക്കണമെങ്കിൽ മൊബൈല്. പടച്ചവനെ, കുഞ്ഞുമക്കളെ നശിപ്പിക്കുകയാ ഉമ്മ. നിങ്ങൾക്ക് ഈ മൊബൈലിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഇതൊരു ലഹരിയാ, ഇതൊരു ലഹരിയാ. ഒരുപാട് കുടുംബങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് ജീവിതങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് പേരെ നശിപ്പിച്ചത് മൊബൈലാ. മറക്കല്ലേ. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും നേരെയാകു, നിങ്ങൾ നല്ലവരാകു, നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ ഖുർആൻ ഓത്, നിങ്ങൾ ദിക്ർ പറ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യൂ. വാപ്പാ, നീ നിന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്ത്, ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓത്, എന്നിട്ട് നീ ദുആ ചെയ്യ്. അല്ലാഹുവേ, എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്നെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യ്. കൂടെ പഠിക്കുന്നവന് പറയുന്ന കഞ്ചാവടിക്കടാ, അവൻ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും നിന്നെ ഓർക്കും ബാപ്പാ. നീ കരഞ്ഞുകൊണ്ട് ദുആ
ചെയ്യുന്നവനാണോ, മക്കളെ കൂടെ ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ കൂടെ പഠിക്കുന്ന മക്കള് കഞ്ചാവ് കൊടുത്തിട്ട് പറഞ്ഞു അടിക്കാൻ, അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? എന്റെ ഉപ്പയെങ്ങാനും ഇതറിഞ്ഞാ മരിച്ചു പോകുമല്ലോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉപ്പ മംഗലാപുരത്ത് പഠിക്കാൻ പോകുമ്പോ, കറങ്ങാൻ അവസരം കിട്ടുമ്പോ, അല്ലാഹുവേ ഇതെങ്ങാനും എന്റെ ഉമ്മച്ചി അറിഞ്ഞാൽ, എന്നെ പൊന്നുപോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ വാപ്പയെങ്ങാണ് ഇതറിഞ്ഞ, പടച്ചവനെ എന്റെ ഉപ്പ മരിച്ചു പോകുമല്ലോ അല്ലാ. എന്നിൽ വലിയ പ്രതീക്ഷയാണല്ലോ. ചതിക്കാൻ തോന്നില്ല പെങ്ങളെ, വഞ്ചിക്കാൻ തോന്നില്ല പെങ്ങളെ. മോനെ ദുആ ചെയ്യടോ, കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യ്, കുടുംബസമേതം ഇരുന്ന് നന്മ ചെയ്യ്. ഇത് കണ്ടു വേണം മക്കള് വളരാ. നീ ആദ്യം ഫർദ് ധരിക്ക്, നീ മൗറത്ത് മറക്ക്, എന്നിട്ട് നിർബന്ധമായി നിന്റെ മക്കളെ കൊണ്ട് മറപ്പിക്ക്. നീ ഫർദയും ഹിജാബും, മോള് ജീൻസും പാൻറ്റും. എന്ത് ദീൻ! അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. അമ്പം മക്കള് ചെന്നിട്ട് ഉമ്മ ഉപദേശിക്കുമ്പോൾ മോള് ചോദിക്കും, ഉമ്മ വയതിന് പോകുമ്പോഴല്ലേ ഇത് ധരിക്കൂ, കല്യാണത്തിന് പോകുമ്പോൾ ഇത് മാറ്റുമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ നമ്മുടെ ദീൻ, ഇതാണ് നമ്മുടെ ദീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾക്ക് ഉസ്താദെ കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പേർ, മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്നവർ, ഭാര്യ കാരണം കണ്ണുനീര് കുടിക്കുന്നവർ, ഭർത്താവ് കാരണം കണ്ണുനീര് കുടിക്കുന്നവർ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം? എങ്ങനെ നന്നാവുക? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഞാൻ പറഞ്ഞു തരാം മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന്. ഒരു ഉപ്പ വളർത്തിയല്ലോ, ഒരു ഉപ്പ ഒരു മകളെ വളർത്തിയല്ലോ. ഒരു ഉപ്പ എങ്ങനെയാണ് തൻ്റെ മകളെ വളർത്തിയതെന്ന് ഞാൻ കാണിച്ചു തരാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉമ്മമാര് വളർത്തിയ ഒരുപാട് മക്കളുടെ ചരിത്രമുണ്ടല്ലോ. എന്നാ ഉപ്പ വളർത്തിയ ഒരു മകളെ പറഞ്ഞു തരാ. പ്രിയപ്പെട്ട മുസ്ലിമേ, ആരാ പറഞ്ഞത് വളർത്താൻ പറ്റില്ലെന്ന്? ഉമ്മമാരുടെ കഥയല്ല, ഉമ്മമാര് വളർത്തിയ മക്കളുടെ കഥയല്ല, ഒരു വാപ്പ വളർത്തിയ മകളുടെ ചരിത്രം പഠിക്കാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? പരസ്പരം തല്ലിയിട്ട് കാര്യമില്ല. ഇന്ന് വീടിനകത്ത് തല്ലാടോ, ഭാര്യയും ഭർത്താവും കണ്ടാ കീരിയും പാമ്പിനെ പോലെയാണ്. മക്കള് നോക്കുമ്പോ ഉമ്മയും വാപ്പയും എപ്പോഴും വഴക്കാണ്, എപ്പോഴും ബഹളമാണ്. മക്കള് കണ്ട് സങ്കടപ്പെടുകയാണ്, അവര് വഴിതെറ്റാൻ അത് കാരണമാവുകയാണ്. പടച്ചവനെ ഇന്ന് സമാധാനമില്ലല്ലോ. എല്ലാരും പറയുന്ന ഒരു വിഷയം, സമാധാനമില്ല, സമാധാനമില്ല, സമാധാനമില്ല. പൈസ കൊടുത്താ കിട്ടുന്നതല്ല, അധികാരം കൊണ്ട് കിട്ടുന്നതല്ല, സൗന്ദര്യം കൊണ്ട് കിട്ടുന്നതല്ല. സമാധാനം വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? മക്കള് നന്നാകണോ, ഭാര്യ നന്നാകണോ, ഭർത്താവ് നന്നാകണോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പറഞ്ഞു തരാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയോ? യാസീൻ എന്ന് പറയുന്ന സൂറത്ത് ഓതുമല്ലോ. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ചില ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് ഭാര്യയും ഭർത്താവും കൂടെ കണ്ണൂർ ബീച്ചിലൂടെ നടക്കുകയല്ല. ഭാര്യയും ഉമ്മയും ബാപ്പയും മക്കളും കൂടെ പടച്ചവനെ പാർക്കിൽ നടക്കുകയല്ല. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് ഒരു
വാപ്പയും ഉമ്മയും തന്റെ മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് സ്വർണത്തിന്റെ ചാരുകസേലയിലിരുന്ന് ആടുകയാ, സ്വർഗത്തിലിരുന്ന് ആടുകയാണ്. സ്വർഗവാസികൾ ചോദിക്കുകയാണ്, എല്ലാരും സലാം പറയുന്നു, കാണുന്നവര് മുഴുവനും സലാം പറയുന്നു, മലക്കുകൾ സലാം പറയുന്നു. ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് എല്ലാരും സലാം പറയുകയാ, നാട്ടുകാരും പറയുകയാ, സ്വർഗവാസികളും പറയുകയാ. അവര് ചോദിക്കുന്നു, എങ്ങനാ ഈ പ്രതിഫലം കിട്ടിയതെങ്ങനാ? നിങ്ങൾ ഇവിടെയും ഒരുമിച്ചാണല്ലോ. അല്ലാഹുവേ, സ്വർഗത്തിലും ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങളെ വിവാഹം കഴിക്കുകയാണ്. റബ്ബേ, രണ്ടുപേരും സമാധാനപരമായി ജീവിക്കുകയാണ്. പെങ്ങളെ, അതാ ഖദീജയും നബി തങ്ങളും 25 വർഷമാണ് ജീവിച്ചത്. ഭാര്യയും ഭർത്താവുമായി 25 വർഷം കുടുംബജീവിതം നടത്തി. ആയിഷ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സായി. പടച്ചവനെ, ഒരു ദിവസം രാത്രിയിൽ ഖദീജ ബീവി കുളിച്ചൊരുങ്ങുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് വീടിന്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഖദീജ ബീവിക്ക് 65 വയസ്സുള്ളപ്പോ വീടിന്റെ മുമ്പിൽ കുളിച്ചൊരുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങൾ കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, നബി തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മടിയിലൊന്ന് കിടക്കട്ടെ നബിയേ, മടിയിലൊന്ന് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടക്കാൻ അനുവാദം ചോദിച്ചു. നബി തങ്ങൾ സമ്മതിച്ചു. ഖദീജ ബീബി അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ്. ഖദീജ ചിരിക്കുന്നുണ്ട്, ഖദീജ ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, എന്തേ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ നോക്കുന്നത് എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു ഗ്ലാമറാ നബിയേ, എന്തൊരു സൗന്ദര്യമാ നബിയേ. ഖദീജ 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ. പെങ്ങളെ, സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, പ്രായം ചെന്നാ ഒരുമിച്ച് കിടക്കാറില്ല. 40ഉം 50ഉം വയസ്സ് കഴിഞ്ഞ വാപ്പ ഒരു റൂമിലാ, ഉമ്മ ഒരു റൂമിലാ. ഒരുമിച്ച് കിടക്കാറില്ലല്ലോ, ഒരുമിച്ച് കിടക്കാറില്ലല്ലോ. എന്തേ ഉമ്മ ഒരുമിച്ച് കിടക്കാത്തതിന്റെ കാരണം എന്തേ ഉമ്മ? വയസ്സാം കാലത്തല്ലേ ഒരുമിച്ച് കിടക്കേണ്ടത്, വയസ്സാം കാലത്തല്ലേ, ഈ പ്രായമാകുമ്പോഴല്ലേ താങ്ങാകേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. പടച്ചവനെ, വികാരത്തിന് വേണ്ടി മാത്രമല്ല വിവാഹം കഴിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീബി പറയുന്നു, നബിയേ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ. എന്നിട്ട് ഖദീജ ബീബി പറയുകയാ, യാ റസൂലല്ലാഹ്, ഖദീജ ബീബിയുടെ കണ്ണ് നിറയുകയാണ്. എന്തിനാ ഖദീജ, എന്തു പറ്റി ഖദീജ? യാ റസൂലല്ലാഹ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി നബിയേ. എന്റെ മരണമടുത്തു നബിയേ, എന്റെ മരണമടുത്തു നബിയേ.
ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ നബി തങ്ങൾ കരയുകയാ. പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, വാപൊത്തി പിടിക്കുകയാ നബി തങ്ങള്. എന്തേ പടച്ചവനെ, എന്തേ കാരണമെന്നറിയോ? നബിതങ്ങൾക്ക് പരാതിയില്ല, നബിതങ്ങൾക്ക് പരാതിയില്ല. നിനക്കറിയുമോ ഖദീജ ആരാണെന്ന്? ഖദീജ ആരാണെന്നറിയോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും ഖദീജയ്ക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടൂല. ഇനി ലോകത്ത് ഒരു പെണ്ണിനും ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പദവി കിട്ടൂല. കാരണം എന്തെന്നറിയോ? ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് പെങ്ങളെ. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒറ്റ മുത്തിൽ പണിത ഒരു വീട്. എന്തിനാ അല്ല കൊടുത്തതെന്നറിയോ? എന്തിനാ അല്ല കൊടുത്തതെന്നറിയോ? നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്. ആ ഖദീജ ബീവി 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. അള്ളാന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുമ്പിൽ 25 വർഷം ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ഖദീജ ബീബി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഇതിനല്ല കൊടുക്കുന്ന പ്രതിഫലമാ, ഇതിനല്ല കൊടുക്കുന്ന പ്രതിഫലമാ. നിന്റെ ഭർത്താവ് പറയുന്നത് നിന്റെ നാവിന് നീളം കൂടുതലെന്നാണ്. എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയുടെ വാപൊത്തി പിടിച്ചിട്ട് പറയുകയാ, പറയല്ലേ, പൊരുത്തം ചോദിക്കല്ലേ. പിരിയുകയാണോ ഖദീജ? പിരിയുകയാണോ ഖദീജ? അള്ളാന്റെ റസൂലിനോട് പറയുകയാ, നബിയേ പൊരുത്തം തരണേ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പരാതിയില്ല, എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ല. ചാടി എഴുന്നേൽക്കുകയാണ് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. തങ്ങളുടെ മുമ്പിലേക്ക് ചാടി എഴുന്നേൽക്കുകയാണ്. കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ചുംബനം കൊടുത്തു. എന്നിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, മൂന്നാഗ്രഹമുണ്ട്, മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ച് തരുമോ യാ റസൂലല്ലാഹ്? നബി തങ്ങളോട് 3 ആഗ്രഹം പറയുകയാ. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? നബിയേ, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ആരും എന്റെ ജനാസ കുളിപ്പിക്കരുത്, നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. വേറെ ഒരാളും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. വേറെ ഒരാളും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. കുളിപ്പിക്കുമോ നബിയേ? കുളിപ്പിക്കുമോ നബിയേ? നബി തങ്ങളെ സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, ഷാളുണ്ടല്ലോ, അള്ളാന്റെ റസൂല് എപ്പോഴും പുതയ്ക്കുന്ന ഷാള്, നബിയേ കഫം തുണിക്കകത്ത് വെക്കുമോ നബിയേ? നിങ്ങളില്ലാതെ പറ്റൂല. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. നിങ്ങളില്ലാതെ ഖബറിനകത്ത് കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കുകയാ.
മൂന്നാമത് പറയുകയാ, എന്റെ ഖബറിനകത്ത് ഇറങ്ങണേ നബിയേ, നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. നബി തങ്ങളോട് പറയുകയാ, എന്റെ ഫാത്തിമാനെ നോക്കണേ നബിയേ, ഉമ്മ കൂടെ വേണ്ട സമയമാ, ഉമ്മ കൂടെ വേണ്ട സമയമാ. എന്റെ പൊന്നുമോളെ തല്ലല്ലേ, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കല്ലേ. ഫാത്തിമ ബീവിയെ കുറിച്ച് ഖദീജ ബീവി പറയുകയാ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലാ മയ്യത്ത് കുളിപ്പിച്ചത് നബി തങ്ങളാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചത്. അവിടുന്ന് കഫം പൊതിയുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്ത് ചുംബിക്കുകയാ. ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പടച്ചവനെ, ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് അവിടത്തെ ജനാസ താങ്ങി ഇറക്കുകയാണ്. ഖബറിലേക്ക് വെച്ചു, കെട്ടുകൾ അടിച്ചു മാറ്റി, ഒരു പിടി മണ്ണ് വാരി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൺതടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ ഖദീജ ബീബിയുടെ കഫൻ തുണിയുടെ മുകളിലേക്ക് കണ്ണുനീര് വീഴുകയാ. പടച്ചവരേ, ഖദീജ ബീബി അവിടുന്ന് ലോകത്തോട് യാത്ര പറയുകയാ. ഫാത്തിമയുടെ ഉമ്മയാ, ഫാത്തിമ ബീബിയുടെ ഉമ്മയാ. ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്, ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്. പടച്ചവരേ, ഇനി വാപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63ാമത്തെ വയസ്സിൽ നബി തങ്ങള് രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ അലിയാര് തങ്ങളോട് അനുവാദം ചോദിച്ചു. ഫാത്തിമ ബീവി വാപ്പയെ കാണാൻ പോകുകയാണ്. ഖദീജ ഫാത്തിമ ബീവി നബി തങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് എഴുന്നേക്കാൻ വയ്യ, രോഗം പിടിച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ ഫാത്തിമ ബീബി വന്നാ, ഫാത്തിമ ബീബി വന്നാ നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ബാപ്പാ, അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ പെൺകുട്ടികളെ അങ്ങനെയാടോ, അല്ലാഹുവിന്റെ റസൂല് പെൺമകളെ വളർത്തിയത് അങ്ങനെയാ. ഫാത്തിമ ബീബി വരുമ്പോ നബി തങ്ങൾ എഴുന്നേക്ക് നിൽക്കും. ബാപ്പാ, ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുമായിരുന്നു. പടച്ചവരെ, വാപ്പമാരോട് ചോദിക്കട്ടെ, നിന്റെ പെമ്മക്കളെ നീ ചുംബിക്കാറുണ്ടോ? കല്യാണം കഴിച്ച വിട്ട മക്കളാണെങ്കിലും നിന്റെ മകളല്ലേ, നിന്റെ മകളല്ലേ, ആ പൊന്നുമോളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്ന എത്ര വാപ്പമാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചുംബിച്ചു. ഫാത്തിമ ബീബി കരയുകയാ, ഫാത്തിമ ബീബി കരയുകയാ. വാപ്പയുടെ അവസ്ഥ കണ്ടിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, വാപ്പയുടെ മരണമെടുത്തു, വാപ്പയുടെ മരണമെടുത്തു. ഫാത്തിമ ബീബി കരയുകയാണ്. തന്റെ ഉപ്പ മരണപ്പെടാ പോകുന്നു എന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാണ്. വാ മോളെ ഫാത്തിമ, വാ മോളെ ഫാത്തിമ. രണ്ടാമത് വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അടുത്തത് നീയാ മോളെ, അടുത്തത് നീയാ മോളെ. മരണം പറഞ്ഞപ്പോ ചിരിച്ചടോ ഫാത്തിമ. ലോകത്ത് മരണം പറഞ്ഞപ്പോ ചിരിച്ചവളാണ് ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങൾ മരണം പറഞ്ഞു. ഫാത്തിമ ബീബി അടുത്തിരിക്കുകയാണ്. നബി തങ്ങൾ വഫാത്ത്
വഫാത്താവുകയാണ്. അതാ ഫാത്തിമ ബീബിയുടെ മുമ്പില് ആയിഷ എന്ന ഭാര്യയുടെ മടിത്തട്ടില് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന് പടച്ചവനെ ആയിഷ ബീബിയുടെ നെഞ്ചത്ത് കിടന്നിട്ടാ റസൂലുള്ളാഹി വഫാത്താകുന്നത്. ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് യാത്രയാവുകയാണ്. വാപ്പ മരിക്കുന്നതും മകളായ ഫാത്തിമ കണ്ടു. ഈ വാപ്പയുടെയും ഉമ്മയുടെയും മകളായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 40 കൊല്ലമൊന്നും ജീവിച്ചില്ല. 40 വർഷമൊന്നും ഫാത്തിമ ബീബി ജീവിച്ചില്ല. 29ാമത്തെ വയസ്സ്, 29 കൊല്ലമേ ജീവിച്ചുള്ളൂ. 29ാമത്തെ വയസ്സില് ഫാത്തിമ ബീബി കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. അലിയാര് തങ്ങള് വരുന്നുണ്ട്. ഉമ്മ നിന്നതുപോലെ, ഖദീജ ബീബി എന്ന ഉമ്മ നിന്നതുപോലെ ഫാത്തിമയും ഒരുങ്ങി നിൽക്കുകയാ. അലിയാര് തങ്ങള് വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയോ, അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുകയാണ്. അലിയേ, പോകാ സമയമായി അലിയേ, എന്റെ മരണമെടുത്തു അലിയേ. അലിയാര് തങ്ങളോട് യാത്ര പറയുകയാ. അലിയാര് തങ്ങള് കരയുകയാണ്. എന്തേ ഫാത്തിമ, എന്തേ നീ പറയുന്നത് ഫാത്തിമ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുകയാണോ ഫാത്തിമ? 29ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീബി യാത്ര പറയുകയാണ്.